കാമസൂത്രയിൽ നിന്ന് പിന്മാറിയതായി ഷെർലിൻ ചോപ്ര. മലയാളിയായ സംവിധായകൻ രൂപേഷ് പോളിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കാമസൂത്ര 3Dയിൽ നിന്നും പിന്മാറിയതായി നടി ഷെർലിൻ ചോപ്ര. ചിത്രവുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികൾ പങ്കെടുക്കില്ലെന്നും നടി തന്റെ ട്വിറ്ററിലൂടെ അറിയിച്ചു. സിനിമയുടെ ഔദ്യോഗിക ട്രെയിലർ പുറത്തിറങ്ങി മണിക്കൂറുകൾക്കകമാണ് നടി സിനിമയ്ക്കെതിരെ രംഗത്തെത്തിയത്. 5 ദിവസം മാത്രമാണ് കാമസൂത്രയുടെ ഷൂട്ടിംഗിൽ പങ്കെടുത്തതെന്നും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പിന്മാറുന്നതെന്നും മര്യാദയില്ലാത്ത പെരുമാറ്റം ഇനിയും സഹിക്കാൻ വയ്യെന്നും ഇനി ഒരു സ്ഥലത്തും ചിത്രത്തിന്റെ പ്രചരണം നടത്തില്ലെന്നും ഷെർലിൻ പറഞ്ഞു. ഇതേ തുടർന്ന് രൂപേഷ് പോൾ തന്റെ ഫേസ്ബുക്കിൽ പ്രൊഫൈലിലൂടെ നടിക്കെതിരെ രംഗത്തെത്തി. ഷെർലിൻ സിനിമയിൽ നിന്ന് പിന്മാറിയത് എനിക്കൊരു പുതിയ വാർത്തയാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ പ്രചാരണത്തിന് വേണ്ടതൊഴിച്ച് സിനിമയിൽ ആവശ്യമായ അവരുടെ എല്ലാ സീനുകളും ഞാൻ ഷൂട്ട് ചെയ്തു. പിന്നെ അവര് സിനിമ വിട്ടെന്നറിയുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. കാൻ ഫെസ്റ്റിവലിലും അമേരിക്കൻ ഫിലിം മാർക്കറ്റിലും ഗോവ ഫിലിം ഫെസ്റ്റിവലിലും മറ്റുമൊക്കെ ഞങ്ങൾക്കൊപ്പം പ്രധാന ഭാഗമായി പങ്കെടുത്തിട്ട് കഴിഞ്ഞ വർഷത്തിലെ അവസാന മാസം വരെ അവരെ യഥാർത്ഥത്തിൽ എപ്പോഴാണ് പിന്മാറിയത്? അവരുടെ ട്വീറ്റുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാഡ് ഗേൾ എന്ന മോശമായി നിർമ്മിക്കപ്പെട്ട നിലവാരമില്ലാതെ പാടിയ വഷളായി അഭിനയിച്ച അവരുടെ ആൽബം കാരണം സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലാണ്. ഈ വിവാദത്തിലൂടെ അവരുടെ ആ ആൽബത്തിന് കുറച്ച് പ്രശസ്തി ലഭിക്കുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. രൂപേഷ് പോളും കാമസൂത്ര 3Dയുമാണ് അശ്ലീല സിനിമകളിൽ നിന്നും മറ്റും സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. വസ്ത്രമൊരിയുന്നവൾ എന്നതിൽ നിന്ന് ഒരു നടിയെന്ന നിലയിൽ ലോകത്തിനും അവരുടെ ആരാധകർക്കും സമ്മാനിച്ചതെന്നും അവർ മറക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് ഒരാളുടെ DNA എങ്ങനെ മാറ്റാൻ കഴിയും? എനിക്ക് അവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പ്രിയ ഷെർലിൻ, നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പിമ്പിനെ വാടകയ്ക്കെടുക്കാവുന്നതാണ്. എന്നാൽ നിങ്ങളുടെ അച്ഛനെ ഒഴിവാക്കൂ, രൂപേഷ് പോൾ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതിനു മറുപടിയായി ഷെർലിൻ ചോപ്രയും ആരാധകരും ട്വിറ്റിലൂടെ അസഭ്യവർഷം തന്നെ നടത്തി. രൂപേഷിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രയോഗങ്ങൾക്കൊപ്പം ഹിന്ദിയിലുള്ള അസഭ്യവാക്കുകളാണ് ഷെർലിന്റെ ട്വിറ്റുകൾ നിറയെ. ഷെർലിന് പിന്തുണയുമായി ആരാധക വൃന്ദം തന്നെ രംഗത്തുണ്ട്. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ടിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.